കുടുംബസംഗമത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് വ്യത്യസ്തമാവുകയാണ് അറബിക് കുടുംബസംഗമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാരണവന്മാരും ജ്യേഷ്ഠാനുജന്മാരും ഒക്കെയാണ്. കഴിഞ്ഞ കുറേ കാലത്തെ വലിയ കാത്തിരിപ്പായിരുന്നു ഞങ്ങളുടെ അറബി കൂട്ടുകുടുംബത്തിൻ്റെ സംഗമം നടത്തുക എന്നുള്ളത്, കുടുംബ സംഗമം. പയ്യോളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുടുംബ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 1200ഓളം ആളുകൾ പങ്കെടുത്ത, കുടുംബാദികൾ പങ്കെടുത്ത 2 ദിവസത്തെ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം, കലയും സാഹിത്യവും സാംസ്കാരികവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്ന വലിയൊരു സംഗമം. അതിൽ നമ്മൾ ഒരുപാട്, അതായത് പ്രദേശത്തിന് ഒരു മാർഗം എന്ന രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് നിലക്ക് നമ്മൾ വൃക്ഷത്തൈ കൊടുത്ത് ഏതാണ്ട് 200 ചില്ലാണം വൃക്ഷത്തൈകളാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി തന്നെ വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. മറ്റ് കുടിവെള്ള പദ്ധതി, അത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കുറേ വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ സംഗമത്തിലും ഞങ്ങൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിയായ സന്തോഷമുണ്ട്. വൃക്ഷത്തൈകൾ അല്ലേ, പുസ്തക പ്രകാശനം, വെബ് ലോഞ്ചിങ്, അറബി കുടുംബത്തിൻ്റെ ഒരു വെബ് ലോഞ്ചിങ് നടത്തി. ഇത്തരത്തിലുള്ള പിന്നെ കലാകാരന്മാരായ ഒരുപാട് കുട്ടികളുണ്ട്. നല്ല, അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന, അതേപോലെ തന്നെ പിന്നെ സിവിൽ എഞ്ചിനീയർമാർ, എയറോനോട്ടിക് എഞ്ചിനീയേഴ്സ്, അത്തരത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷണൽസൊക്കെ ഈ അറബി കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ ആദരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആർട്ട് ഗാലറി ആയിട്ട് നല്ലൊരു വിഷയമായിരുന്നു. നമ്മുടെ പന്തലിൽ തന്നെ പിന്നെ ഈ സംഗമ പന്തലിൻ്റെ എൻട്രൻസിൽ തന്നെ ആർട്ട് ഗാലറി, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്, ഒരുപാട് പരിപാടികൾ നടത്തി. പ്രായമുള്ള ആളുകളൊക്കെ ആദരിച്ചു, സീനിയർ സിറ്റിസനെ ആദരിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പയ്യോളി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പയ്യോളി മുനിസിപ്പാലിറ്റിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു കുടുംബ സംഗമം നടത്താൻ നമുക്ക് കഴിഞ്ഞത് മറ്റുള്ള ആളുകൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്നുകൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 1200ഓളം ആൾക്കാർ, മെമ്പേഴ്സ് ഇതിലുണ്ടായിരുന്നു. 2 ദിവസത്തെ പരിപാടിയാണ്, നോൺ സ്റ്റോപ്പ് പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ കുറേ കലാപരിപാടികൾ, കുട്ടികളുടെ കായികപരമായിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സംഗമം നടത്തിയത്. അതിൽ എല്ലാവരും നല്ല സഹകരണത്തോടുകൂടി നടത്താൻ പറ്റി. കലോത്സവ വേദികളെ പോലും ഞെട്ടിക്കുന്ന വെല്ലും തരത്തിലുള്ള കുട്ടികളുടെ കലാപരിപാടി നടന്നത് ശരിക്കും ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും നല്ല കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട് എന്നുള്ള കാര്യത്തിൽ. സുൽത്താൻ അസീസ് എന്ന് പറയുന്നവരുടെ നേതൃത്വ പാഠകത്തിൽ അതിൻ്റെ പിന്നിൽ കുടുംബത്തിൻ്റെ യുവതലമുറ അണിയണിയായി നിരന്നപ്പോൾ ശരിക്കും ഇവിടെ പിറവിയെടുത്തത് ഒരു കുടുംബത്തിൻ്റെ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു അനുഭൂതിയുടെ നിർവികാരമായിരുന്നു. കാരണം ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള കുടുംബ കാരണവരന്മാരും കാരണവൃത്തികളും അടങ്ങുന്ന എല്ലാ ആൾക്കാരും 2 ദിവസങ്ങളായി ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായി നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. കുടുംബസംഗമത്തിന്റെ വൻ വിജയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ കുടുംബത്തിലെ പ്രായമായവരും കുട്ടികളും ഇങ്ങനെയും പാട്ടുപാടും, അല്ലെങ്കിൽ അവരെ ഇത്രയും കഴിവുകളുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നലത്തെ ആ സംഗമത്തോടു കൂടിയാണ് മനസ്സിലായത്. കലാപരിപാടികളാണ്, വിവിധങ്ങളായ കലാപരിപാടികൾ, കൂടാതെ ആർട്ട് ഗാലറി, അങ്ങനെ വിഭവസമ്പുഷ്ടമായ ഒരു 2 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 25-26 തീയതികൾ അരങ്ങേറിയത്.